നമസ്കാരം. സജീസ് ഇന്നോവേഷൻസിൻ്റെ മറ്റൊരു സമ്മർ ഡ്രിങ്ക് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് 4 മുഴുത്ത പേരക്കകളോട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഈ പേരക്കകൾ ഉണ്ടായത് എൻ്റെ വീട്ടിലെ ടെറസിലാണ്. അപ്പോൾ അത് ഞാൻ കാണിക്കാം. കുറച്ച് കഴിയുമ്പോൾ അതിനെക്കുറിച്ചൊരു ചെറിയൊരു ഇത് ഞാൻ കാണിക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് നോക്കാം. ശരിക്കും ഒരു ഗോവ ഷേക്ക്, ഒരു മിൽക്ക് ഷേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പേരയ്ക്ക കൊണ്ട്. പേരയ്ക്ക നമുക്കറിയാം വളരെ അധികം എന്താ പറയുക ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു സാധനമാണ് പേരയ്ക്ക. എങ്ങനെ കഴിച്ചാലും നല്ലതാണ്. പക്ഷെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മിൽക്ക് ഷേക്കാണ്. അപ്പോൾ എന്തായാലും ആദ്യം നമുക്ക് ഈ പേരയ്ക്ക ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി ഐറ്റംസ് ഞാൻ കാണിക്കാം എന്തൊക്കെയാണെന്ന്. കണ്ടോ, പിങ്കാണ്. അപ്പോൾ ഞാനിതിനെല്ലാം തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളൊക്കെ എടുക്കുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ഇതിൻ്റെ ടെറസിൻ്റെ മുകളിലെ തായ്വാൻ പിങ്ക് പേരയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ ബാരലാണ് നട്ടിരിക്കുന്നത്. ഉണ്ടോ, ഇത്തവണ ഒരുപാട് പേരയ്ക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പേരയ്ക്ക കൊണ്ടാണ് നമ്മളിന്ന് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. വെറും 1 വർഷം മാത്രം പ്രായമുള്ള ഈ പേരയ്ക്ക് ഞാൻ കൊടുക്കുന്ന പരിചരണം, അതായത് ഇതിന് നനയ്ക്കുന്ന രീതി, ഇതിന് കൊടുക്കുന്ന വളങ്ങൾ, പിന്നെ ഇതിൽ പൂവ് ഉണ്ടായത് മുതൽ കായ ഉണ്ടാകുന്നതും പിന്നെ ഈ വിളവെടുപ്പ് വരെയുള്ള എല്ലാ ഘട്ടങ്ങളും ഉൾക്കൊള്ളിച്ചിട്ട് ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ സ്ക്രീനിലും കൊടുത്തിരിക്കാം. സോ എല്ലാവരും അത് കാണുക. ഇതേ ഇൻട്രസ്റ്റുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ എനിക്ക് എവിടെ നിന്ന് പേരയ്ക്ക കിട്ടിയെന്ന്. ദേ ഞാൻ 4 പേരയ്ക്കയും കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ചിലത് നന്നായിട്ട് പഴുത്തുണ്ട്. കണ്ടോ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് ഇടുമ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഈ പേരയ്ക്കയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണേ. ഞങ്ങളുടെ പേരയ്ക്ക് അത്യാവശ്യം നല്ല മധുരമുള്ള പേരയ്ക്കാണ്. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട് കേട്ടോ. പഞ്ചസാര ഇട്ട് അടിച്ചാൽ പേരയ്ക്ക പെട്ടെന്ന് അരഞ്ഞു കിട്ടും കേട്ടോ നന്നായിട്ട്. ഇത് ഞാൻ ഇടാൻ പോകുന്നത് ഒരു 4 ടേബിൾ സ്പൂൺ കാഷ്യൂ പൗഡറാണ്. നമ്മുടെ കശുവണ്ടിയുടെ പൗഡറാണ്. ഇതിങ്ങനെ ഇരുന്നത് കൊണ്ട് മാത്രം ഞാൻ ഇടുന്നതാണ്. ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കശുവണ്ടി പരിപ്പിട്ടാലും മതി കേട്ടോ. ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതും തികച്ചും ഓപ്ഷണലാണ്. മിൽക്ക് മെയ്ഡാണ്. ഒരു 4 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് പാലാണ്. മിൽമയുടെ കവർ പോലെ അങ്ങനെ തന്നെ വാങ്ങി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്തെടുത്താട്ടോ. ശരിക്കും ഐസ് ആയിട്ടില്ല, കുറച്ച് ഇതിൽ നിൽക്കൊണ്ട് ബാക്കി ഇത്രയും അരഞ്ഞു കിട്ടാൻ ആവശ്യമായിട്ട് കുറച്ച് പാലിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ബാക്കിയെല്ലാം ശരിക്കും ഫ്രീസ് ആയിരിക്കും കേട്ടോ. ഇട്ടിരിക്കട്ടെ. മൊത്തം 1 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ 4 പേരയ്ക്ക്. അപ്പോൾ ജാറൊന്ന് അടച്ചിട്ട് നന്നായിട്ട് അടിച്ചിട്ട് ഞാൻ കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ പേരയ്ക്കയും ബാക്കി ഇൻഗ്രീഡിയൻസും ഇത് നന്നായിട്ട് മിക്സി അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുരുവൊക്കെ ചേർത്ത് വെച്ചിരിക്കണം, നല്ല തിക്കായിട്ടിരിക്കുകയാണേ. ഈ സമയം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ ഫ്രീസ് വെച്ച പാലുണ്ടല്ലോ, ഞാൻ പാൽ അങ്ങനെ പാക്കറ്റിൽ തന്നെ ഫ്രീസ് ചെയ്യുക ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ട്രേ ഉണ്ടെങ്കിൽ ഐസ് ട്രേയിൽ ഒഴിച്ച് വെച്ചിട്ട് ഫ്രീസ് ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും. ഇത് ഫുൾ അങ്ങോട്ട് ഫ്രീസ് ആയിട്ടില്ല കേട്ടോ. അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അറിഞ്ഞൂല്ലേ നമ്മുടെ ജാറ്. ഇത് ഒന്നും കൂടി അടച്ചിട്ട് നന്നായിട്ട് മിക്സിക്ക് ഒന്നും അടിച്ചിട്ട് നമുക്ക് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്ക് ഇതേ റെഡിയാണ്. പേരയ്ക്ക കൊണ്ടുള്ള മിൽക്ക് ഷേക്ക് അത്യാവശ്യം തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ പാൽ അത്രയും ഫ്രീസ് ആവാത്തതാണ് കുറച്ച് ലൂസായിട്ട് കാണുന്നത്. ബട്ട് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്കിതിനെ ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഓക്കെ, ഇപ്പോൾ അതുപോലെ നമ്മുടെ 4 ഗ്ലാസും റെഡിയാണ്. നമ്മുടെ ഷേക്കും റെഡിയാണ്. ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം കേട്ടോ. എല്ലാം നല്ല ഫുള്ളാക്കി ഒഴിച്ചിട്ടുണ്ട്. പുറത്ത് ഒരു ഗാർണിഷിങ്ങിന് വേണ്ടി അല്പം ബദാം, ആൽമണ്ടും കാഷ്യൂനട്ടും ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പേരയ്ക്ക കൊണ്ടുള്ള മിൽക്ക് ഷേക്ക്, ഗോവ മിൽക്ക് ഷേക്ക് റെഡിയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്ന ഈ റെസിപ്പി. ഇഷ്ടമായെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.